പ്രിയപ്പെട്ടവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാടുകളിൽ പണ്ട് കാലത്തൊക്കെ പുല്ല് മേഞ്ഞ മേൽക്കൂരയുള്ള വീടുകളിലായിരുന്നു താമസം. പിന്നീട് അത് ഓലപ്പുരകളായി, പിന്നീട് അത് ഓടിട്ട വീടുകളായി, പിന്നീട് കാലം മാറിയതിനനുസരിച്ച് അത് കോൺക്രീറ്റ് മേൽക്കൂരയുള്ള വീടുകളായി മാറി. ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും പുൽമേൽക്കൂരകളുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇരിക്കട്ടെ. ഒരു വീടുണ്ടാക്കുക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശം തന്നെ പ്രഥമമായും മഴക്കാലത്ത് വീടിനുള്ളിലേക്ക് മഴവെള്ളം വരാത്ത രൂപത്തിൽ സുഗമമായി കിടന്നുറങ്ങുക എന്നുള്ള ആണ് ഒരു പ്രാഥമികമായ ഒരു ഉദ്ദേശം. ഒരു സുരക്ഷിതത്വം ആണ് ഉദ്ദേശം. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ, ഒരു കോൺക്രീറ്റ് വീട് നിർമ്മിക്കണമെങ്കിൽ ശരാശരി ഒരു സ്ക്വയർ ഫീറ്റിന് 2250 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രൂപത്തിൽ ടൈൽസും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് ഒരു വീട് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെ ഇരിക്കെ CPIMന്റെ കറക്ക് കമ്പനിയായിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഒരു ടെൻഡർ പോലും വിളിക്കാതെ പിണറായി സർക്കാർ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള ടൗൺഷിപ്പിന് വീട് നിർമ്മാണത്തിന് ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം 4000 രൂപക്കടുത്താണ് കോൺട്രാക്ട് നൽകിയിട്ടുള്ളത്. ആ വീടിന്റെ മേന്മയായി ഇന്ന് പറയുന്നത് ചോരാത്ത വീടുകൾ എന്നാണ്. നമ്മളൊന്ന് ആലോചിക്കണം, ഒരു ഗതികേട്. വലിയ അഭിമാനമായി പറയുകയാണ് ചോരാത്ത 178 വീടുകൾ കൈമാറുമെന്ന്.